ഹായ്, നമുക്കിന്നൊരു നാടൻ കറി ഉണ്ടാക്കിയല്ലോ. ഒഴിച്ച് കറിയാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനൊരു പച്ചമാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, മുരിങ്ങക്കായ, ഒരു കഷ്ണം വെള്ളരിക്ക, കുറച്ച് ചെറിയുള്ളി. ഇത്രയും സാധനങ്ങളെടുത്ത് നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 കീറി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേവാൻ ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് കുക്കറടച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. സിമ്പിൾ ഒഴിച്ച് കറിയാണ് കേട്ടോ. നമ്മളിതിലേക്ക് തേങ്ങ കൂടെ അരച്ച് ചേർത്തുന്നുണ്ട്. അരമുറി തേങ്ങയും അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുക്കാം. കുക്കറിൽ വിസിലൊക്കെ വന്ന് എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് അരച്ച് വെച്ച അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ മിക്സിയുടെ ജാറ് കഴുകി അതുകൂടെ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൽ കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായി നല്ലപോലെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഇത് താളിക്കാനുണ്ട്. അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുക്, 2 നുള്ളി ജീരകവും 2 നുള്ളി ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ് ഇതിലേക്ക് താളിച്ച് ഒഴിക്കുന്നത്. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഈ കൂട്ടൊഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. നമ്മുടെ ഒരു നാടൻ ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. എല്ലാവരും ട്രൈ ചെയ്യൂ.